ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് രസമാണ്. രസമല്ല, പുളിച്ചാറ് പറയും. നമ്മുടെ ഇവിടെ എന്താ പറയുക, തറവാട് പുളി പറയും. അതാണ് ഇന്ന് വെക്കാൻ പോണത്. എല്ലാവരും കണ്ടു നോക്കുക. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടിയിൽ. ഇനി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഇനി നമുക്ക് ഉള്ളി, വെളുത്തുള്ളി നന്നായി ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പല്ലേ നമുക്ക് ഇതൊക്കെ കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് പിന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മസാല പറഞ്ഞാൽ എന്താണ്, തക്കാളി അരച്ചതും ഇതൊക്കെ കൊണ്ട് കൊടുക്കുക. അപ്പോൾ മക്കളെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക്, മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അതിൽ നല്ല ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട്. ഇനി നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി പുളി ഒഴിച്ചു കൊടുക്കുക. ലേശം വെള്ളം ഒഴിച്ചാൽ പാകത്തിന് പുളിയാവും. ഇത്രയും മതി. പാകത്തിന് ഉപ്പ് കണക്കൊന്നും പറയാൻ പറ്റില്ല മക്കളെ. അപ്പോൾ മക്കളെ നമുക്ക് പുളിച്ചാറ് എന്തായി നോക്കാം. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടു. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കാം കേട്ടോ.
ഇനി അത് മൊരിഞ്ഞ് വരട്ടെ. അപ്പം മക്കളെ നമുക്ക് മീൻ മൊരിഞ്ഞോ നോക്കാം. അപ്പം മക്കളെ 2 പാത്രം ഉണ്ട് കഴുകാൻ. അതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ മക്കളെ. കഴുകിയെടുത്ത് അപ്പോൾ മക്കളെ 2 പാത്രമേ ഉള്ളൂ. കഴുകി കഴിഞ്ഞു. മീൻ അപ്പുറം മൊരിഞ്ഞോന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീഡിയോ നിർത്താൻ അല്ലേ. അപ്പം എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മീനൊക്കെ മൊരിഞ്ഞു. ഇനി അത് എണ്ണ വാരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇങ്ങനെ അതിൽ ഇതെങ്ങനെയാണെന്നറിയോ വാരാൻ പറ്റുക. ഇത് അടുപ്പ് അങ്ങോട്ട് ഓഫാക്കിയിട്ട് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചാലേ എണ്ണ ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങി വരും. എന്നിട്ട് മീനിൻ്റെ പാത്രം അങ്ങോട്ട് മൂടുക. അങ്ങനെ മൂടി വെച്ചാൽ അവിടെ ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അയക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അസ്സലാമു അലൈക്കും.